Hi dear students, welcome back to Alex E Academy. In this lecture, we are going to discuss a small theory topic, and that is kern of a section, or it is also known as middle third rule or kernel of section. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ ഇതൊരു 3 or 4 മാർക്സിൻ്റെ തിയറി ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കേൺ ഓഫ് എ സെക്ഷൻ അല്ലെങ്കിൽ ഒരു മിഡിൽ തേർഡ് റൂൾ ഫോർ എ സെക്ഷൻ അല്ലെങ്കിൽ കേർണൽ ഓഫ് എ സെക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഹെഡിങ്ങിൽ നമുക്കൊരു റെക്റ്റാങ്കുലാർ ക്രോസ് സെക്ഷൻ, ഒരു റെക്റ്റാങ്കുലാർ സെക്ഷൻ്റെ എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എ സിമന്റ് കോൺക്രീറ്റ് കോളംസ് ആർ വീക്ക് ഇൻ ടെൻഷൻ. Hence, the load must be applied on these columns in such a way that there is no tensile stress anywhere in the section. ഇതിൽ പറയുന്നത് സിമെൻറ്റ് കോൺക്രീറ്റ് കോളം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇറ്റ് ഈസ് വെരി വീക്ക് ഇൻ ടെൻഷൻ അതിൻ്റെ അകത്ത് വരാൻ പാടില്ലാത്ത രീതിയിൽ വേണം നമ്മൾ അതിൻ്റെ അകത്ത് ലോഡ് അപ്ലൈ ചെയ്യാൻ. കാരണം അത് ടെൻഷൻ ഹോൾഡ് ചെയ്യുന്ന കപ്പാസിറ്റി അതിന് വളരെ വീക്കാണ്. സോ നമ്മൾ ഈ ഒരു കോളത്തിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ടെൻഷൻ വരാത്ത രീതിയിൽ വേണം ലോഡ് അപ്ലൈ ചെയ്യാൻ. But when an eccentric load is acting on the column, it produces direct stress as well as bending stress. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ലെക്ചേഴ്സിലൊക്കെ കണ്ടായിരുന്നു, എസെൻട്രിക് ലോഡിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ കോളത്തിൽ കംപ്രസീവ് സ്ട്രെസ്സോ ടെൻസൈൽ സ്ട്രെസ്സോ മാറി മാറി വരാം. കാരണം സിഗ്മ മിനിമത്തിൻ്റെ ഇക്വേഷൻ ഡയറക്റ്റ് സ്ട്രെസ് മൈനസ് ബെൻഡിങ് സ്ട്രെസ് ആണ്. അപ്പോൾ ആ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിംഗ്ലി നമുക്ക് ടെൻസൈൽ സ്ട്രെസ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഒരു കോളത്തിൽ ഒരിക്കലും ഒരു ടെൻസൈൽ സ്ട്രെസ്സ് വരാത്ത രീതിയിൽ നമുക്ക് ആ കോളത്തിൻ്റെ അകത്ത്, ഇപ്പോൾ സപ്പോസ് ഇതാണൊരു കോളം, ഇതൊരു കോളമാണ്, അതിൻ്റെ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ എക്സ് ആക്സിസ്, ഇതിൻ്റെ വൈ ആക്സിസ്, ഇതിൻ്റെ എവിടെ വരെ ബൗണ്ടറി എവിടെ വരെ നമ്മൾ ലോഡ്, ഇപ്പോൾ ഇതിപ്പോൾ എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. അപ്പോൾ വൈ ആക്സിസിൻ്റെ എത്ര മാറിയിട്ട് നമുക്ക് ലോഡ് അപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ ലെഫ്റ്റ് സൈഡിൽ, അതേപോലെ എക്സ് ആക്സിസിൻ്റെ എത്ര ദൂരെ വരെ നമുക്ക് ലോഡ് അപ്ലൈ ചെയ്യാൻ പറ്റും, താഴത്തോട്ട് എത്ര ദൂരെ വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു റീജിയൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ്, നടുക്ക് ഉള്ള ഒരു റീജിയൻ. ഈ റീജിയനെ നമ്മൾ പറയുന്നതാണ് കേൺ ഓഫ് എ സെക്ഷൻ. ഈ കേൺ ഓഫ് എ സെക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇഫ് വി അപ്ലൈ ലോഡ് ഇൻസൈഡ് ദിസ് കേൺ of the section, then never a tensile stress will be created in that column. അപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ അകത്താണ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പോയിന്റിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ലോഡ് അപ്ലൈ ചെയ്യാം. അപ്പം ഇത് പർക്ക സെൻറ്ററാണ്, സെൻറ്ററിൽ നിന്ന് മാറി ഈ ഒരു കേൺ ഓഫ് എ സെക്ഷൻ്റെ അടുത്ത് എവിടെ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഒരിക്കലും ഈ കോളത്തിൻ്റെ അകത്ത് ടെൻസൈൽ സ്ട്രെസ് വരില്ല. അപ്പോൾ ആ റീജിയൻ നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും, അതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൺസിഡർ എ റെക്ടാങ്കുലർ സെക്ഷൻ ഓഫ് വിഡ്ത്ത് ബി, ഡെപ്ത് ഡി as shown in figure. Let the section is subjected to a load which is eccentric to the axis y. ഇപ്പോൾ നമുക്കൊരു സെക്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡെപ്ത് ഡി ആണ്, വിഡ്ത്ത് ബി ആണ്, എക്സ് ആക്സിസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, വൈ ആക്സിസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ളതൊന്നും ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ബാക്കിയുള്ള അതിൻ്റെ ഡയമെൻഷൻസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഒരു കോളം ഉണ്ട്, എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. കോളത്തിൻ്റെ വൈ ആക്സിസിന് അക്രോസ് ആയിട്ട് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നു. അതായത് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. ഇതാണ് നമ്മുടെ വൈ ആക്സിസിന് അക്രോസ് ആയിട്ട്. അപ്പോൾ ഈ ഡിസ്റ്റൻസാണ് നമ്മൾ ഇ ആയിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പുറത്തെ ഡിസ്റ്റൻസ് നമ്മൾ ഇ ആയിട്ട് എടുക്കും. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ലെറ്റ് ക്യാപിറ്റൽ പി ഈസ് ദ എസെൻട്രിക് ലോഡ് ആക്ടിങ് ഓൺ ദ കോളം, സ്മോൾ ഇ ഈസ് ദ എസെൻട്രിസിറ്റി ഓഫ് ദ ലോഡ്, ക്യാപിറ്റൽ എ ഈസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇനി വി ഹാവ് ദ ഇക്വേഷൻ ഫോർ മിനിമം സ്ട്രെസ്, സിഗ്മ മിനിമം ഇസ് ഈക്വൽ ടു പി ബൈ എ ഇൻറ്റു ബ്രാക്കറ്റിൽ 1 മൈനസ് 6e ബൈ ബി. ഇത് ഏതാണ് ഈ ഇക്വേഷൻ? റെക്റ്റാങ്കുലർ കോളത്തിന് മാത്രം അപ്ലിക്കബിൾ ആയിട്ട് നമ്മൾ ആദ്യമേ ഡിറൈവ് ചെയ്തൊരു ഇക്വേഷനാണ്. നമ്മുടെ കോളത്തിൻ്റെ ലെക്ചർ നമ്പർ 1 sigma minimum is equal to p by a into 1 minus 6e by b. Okay. If sigma minimum is negative, then the stress will be tensile. Sigma minimum negative ആണ് എങ്കിൽ അതിൻ്റെ അർത്ഥം it is tensile. But if sigma minimum is 0 or positive, then there will be no tensile stress along the width of the column. അപ്പോൾ അതായത് നമുക്കിപ്പോൾ പ്രൂവ് ചെയ്യേണ്ടത് സിഗ്മ മിനിമം 0 ആണെങ്കിൽ, അല്ലെങ്കിൽ 0-നേക്കാളും കൂടുതലാണെങ്കിൽ
ഒരിക്കലും അതിൻ്റെ അകത്ത് ടെൻസൈൽ സ്ട്രെസ് വരുന്നില്ല. സിഗ്മ മിനിമം എപ്പോഴാണോ നെഗറ്റീവ് ആകുന്നത് അവിടെയാണ് നമുക്ക് ടെൻസൈൽ സ്ട്രെസ് വരുന്നത്. അപ്പോൾ നമുക്ക് കണ്ടീഷൻ കിട്ടി, സിഗ്മ മിനിമം ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ നമ്പർ 1നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ P/A ഇൻറ്റു 1 - 6E/B ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്, ഒന്നെങ്കിൽ P/A ഈക്വൽ ടു 0. ഇപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് വെച്ചെങ്കിലും ടെക്നിക്കലി ഇത് നമുക്ക് ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഒന്നെങ്കിൽ P/A ഈക്വൽ ടു 0 അല്ലെങ്കിൽ ബ്രാക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന 1 - 6E/B ഈസ് ഈക്വൽ ടു 0. P/A ഒരിക്കലും 0 ആകാൻ പറ്റില്ല, കാരണം P ഒരു ലോഡാണ്, അതിന് എപ്പോഴും ഒരു ഡെഫിനിറ്റ് വാല്യൂ ഉണ്ട്. A എന്ന് വെച്ചാൽ ആ കോളത്തിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. അപ്പോൾ ഇറ്റ് വിൽ നോട്ട് ബി ഈക്വൽ ടു 0. അപ്പോൾ പിന്നെ എന്താണ് പോസിബിലിറ്റി ഉള്ളത്, 1 - 6E/B ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇനിയിപ്പോൾ 1നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് ഇടാം. ഈ ഒരു 1നെ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റീവ് ടേമിനെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് 1 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 6E/B എന്ന് എഴുതാം. അവിടെ നിന്ന് നമുക്ക് എസെൻട്രിസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എസെൻട്രിസിറ്റി, അതായത് എത്ര ഡിസ്റ്റൻസിൽ നമുക്ക് ലോഡ് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈനെ റൈറ്റ് സൈഡിൽ ഇട്ടിട്ട് B/6 ഇപ്പുറത്ത് വരുമ്പോൾ ഇവിടെ നിന്ന് 6/B ലെഫ്റ്റിലേക്ക് പോയി കഴിയുമ്പോൾ B/6 ആവും. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ കണ്ടീഷൻ എന്താണ്, B/6 ഇതാണ് കിട്ടിയത്, B/6 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു E എന്ന് വെച്ചാൽ ഇത് തിരിച്ചെഴുതിയതെന്ന് വരും E മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു B/6. അപ്പോൾ ഇതാണ് നമുക്ക് ടെൻഷൻ വരാതെ ലോഡ് അപ്ലൈ ചെയ്യാൻ പറ്റിയ കണ്ടീഷൻ. അതായത് എസെൻട്രിസിറ്റി 0 മുതൽ, അതായത് സെൻറ്റർ മുതൽ എസെൻട്രിസിറ്റി B/6 ഡിസ്റ്റൻസ് വരെ നമുക്ക് ഒരു റെക്റ്റാങ്കുലർ കോളത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഒരിക്കലും സ്ട്രെസ് നെഗറ്റീവ് ആകില്ല. അതാണ് നമുക്കിപ്പോൾ പ്രൂവ് ആയത്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് ഈ ഫിഗറിലേക്ക് പോവാം. ഇനി ഫിഗർ നോക്കിക്കേ, ഞാൻ ഈ ഫിഗർ ഒന്നുകൂടെ ഡ്രോ ചെയ്യാം. ഇതാണ് നമ്മുടെ ഫിഗർ, ഇതിൻ്റെ എക്സ് ആക്സിസ്, ഇതിൻ്റെ വൈ ആക്സിസ്. ഇനി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ഇത് സെൻറ്റർ പോയിൻ്റ്. ഈ സെൻറ്ററിൽ നിന്ന് ഇത് ഇത്രയും B അല്ലേ, ഇത് ഇത്രയും B ആണ്. ഇവിടെ നിന്ന് B/6 വരെ നമുക്ക് ലോഡ് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അതേപോലെ ലെഫ്റ്റിലേക്കും B/6 വരെ നമുക്ക് ലോഡ് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ B/6 എന്ന് പറയുമ്പോൾ ഇത് എത്രയായിരിക്കും, B/6 പ്ലസ് B/6 എന്ന് പറയുമ്പോൾ B/3 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മളിവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ ലോഡ് അപ്ലൈ ചെയ്യാൻ പറ്റിയത് സെൻറ്ററിൽ നിന്ന് B/6 ലെഫ്റ്റിലേക്കും സെൻറ്ററിൽ നിന്ന് B/6 റൈറ്റിലേക്കും. അതായത് സെൻറ്ററിൽ ഒരു B/3 ഡിസ്റ്റൻസിൽ ടോട്ടലി നമുക്ക് ലോഡ് അപ്ലൈ ചെയ്യാം, സച്ച് ദാറ്റ് ദർ വിൽ നോട്ട് ബി എനി ടെൻഷൻ. ഇതിപ്പോൾ നമ്മൾ എവിടെയാണ് കൊടുത്തത്, ലോഡ് Y ആക്സിസിന് അക്രോസ് ആയിട്ടാണ് കൊടുത്തത് അല്ലേ, ലോഡ് Y ആക്സിസിന് ഇങ്ങോട്ടുമാണ് കൊടുത്തത്. ഇതേപോലെ തന്നെ നമുക്ക് ലോഡ് എങ്ങനെ കൊടുക്കാൻ പറ്റും, X ആക്സിസിന് മുകളിലും താഴെയും കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടുന്ന കണ്ടീഷൻ E മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നേരത്തെ B/6 അല്ലേ, ഇവിടെ നമുക്ക് D/6 എന്ന് കിട്ടും, കാരണം ഇവിടുത്തെ ഡെപ്ത് D ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് കണ്ടീഷൻ കിട്ടി, E മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു B/6 E മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു D/6. ഓക്കെ, അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിളിൽ നമ്മുടെ X ആക്സിസും Y ആക്സിസും വരച്ചു. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതാ B/6 ഇവിടെയും B/6, ഇനി മുകളിലേക്ക് D/6 ഇവിടെ D/6, ഇതെല്ലാം കൂടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പോർഷൻ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ കിട്ടും. ഈ റെക്റ്റാങ്കുലർ പോർഷനിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ലോഡ് അപ്ലൈ ചെയ്യാം, ഏത് പോയിന്റ് വേണമെങ്കിലും നമുക്ക് ലോഡ് അപ്ലൈ ചെയ്ത് കളിക്കാം. എന്താണ്, ഒരിക്കലും നെഗറ്റീവ് സ്ട്രെസ് വരില്ല. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഈ ഒരു എൻക്ലോസ്ഡ് ഏരിയനെയാണ് നമ്മൾ കേൺ ഓഫ് എ സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ താഴത്തേക്ക് കൂടി ഞാൻ വായിക്കാം. ദ എബവ് റിസൾട്ട് ഷോസ് ദാറ്റ് എസെൻട്രിസിറ്റി E മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു B/6. Hence, the greatest eccentricity of the load is B/6 from the axis YY. Hence, if the load is applied at a distance less than B/6 from the axis on any side of axis YY, the stress are wholly compressive. എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്, കംപ്രസീവ് സ്ട്രെസ്, ടെൻസൈൻ സ്ട്രെസ് വരാത്ത രീതിയിൽ നമുക്ക് എവിടം വരെ അപ്ലൈ ചെയ്യാൻ പറ്റും, സെൻറ്ററിൽ നിന്ന് X ആക്സിസിൻ്റെ Y ആക്സിസിൻ്റെ രണ്ട് സൈഡിലേക്കും B/6 ഡിസ്റ്റൻസ് വരെ നമുക്ക് ലോഡ് അപ്ലൈ ചെയ്ത് നോക്കാം. അതിൻ്റെ അപ്പുറത്ത് B/6 മുകളിലേക്ക് ലോഡ് മാറ്റി ഡിസ്റ്റൻസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ടെൻസൈൽ സ്ട്രെസ് വരുള്ളൂ. ഹെൻസ് ദ റേഞ്ച്
within which the load can be applied so as not to produce any tensile stress within the middle third of the base. എന്തുകൊണ്ടാണ് ഇതിനെ മിഡിൽ തേർഡ് റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബി ആണല്ലേ. അപ്പോൾ ഈ ബീനെ നമുക്ക് 3 b/3 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ മിഡിലിൽ വരുന്ന b/3 മിഡിലിൽ വരുന്ന b/3 ഡിസ്റ്റൻസിലാണ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്കത് ടെൻഷൻ ഫ്രീ ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ മിഡിൽ തേർഡ് റൂൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേൺ ഓഫ് എ സെക്ഷൻ. സിമിലർലി നമുക്കിവിടെ എന്തും ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ y ആക്സിസിന് അക്രോസ് പറഞ്ഞുകൊണ്ടാണ് b/3 അല്ലെങ്കിൽ b/6 b/6 എന്ന് പറഞ്ഞത്. ഇപ്പം നമ്മൾ x ആക്സിസിനാണ് അക്രോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് d/3 ഈ d/3 എന്നുള്ള വാല്യൂ കിട്ടും. അതായത് മുകളിലേക്ക് b/6 താഴത്തേക്ക് d/6 എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു ചെറിയ തിയറീനെയാണ് നമ്മൾ കേൺ ഓഫ് എ സെക്ഷൻ അല്ലെങ്കിൽ കേണൽ ഓഫ് എ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് യൂണിവേഴ്സിറ്റി എക്സാംസിന് ഒരു 4 മാർക്സ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കിത് സോൾവ് ചെയ്ത് എഴുതാൻ പറ്റും. ഇതിപ്പോൾ റെക്റ്റാങ്കിൾ തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിലും ഇതേപോലെ അസ്യൂം ചെയ്ത് ചെയ്യാൻ പറ്റും. ആകെ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റെക്റ്റാങ്കുലർ സെക്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ എടുത്തത്, ശരിയല്ലേ? റെക്റ്റാങ്കുലർ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ എടുത്തത്. ഇനിയിപ്പോൾ സർക്കുലർ മറ്റേത് ഷേപ്പാണെങ്കിലും നമ്മളവിടെ എടുക്കുന്നത് എന്തായിരിക്കും? സിഗ്മ മിനിമം ഇസ് ഈക്വൽ ടു p/a മൈനസ് m/i ഇൻറ്റു y എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൽ നമുക്ക് എന്തിനൊക്കെ മാറ്റി എഴുതണം? ഇതിൽ m എന്ന് പറഞ്ഞാൽ p ഇൻറ്റു e ആണ്. i എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് സർക്കുലർ സെക്ഷൻ ആണെങ്കിൽ i എന്തായിരിക്കും? സർക്കുലർ സെക്ഷൻ i എന്ന് പറഞ്ഞാൽ π/64 d⁴ ആയിരിക്കും. y എന്ന് വെച്ചാൽ എന്തായിരിക്കും? d/2 ആയിരിക്കും. ആ രീതിയിലെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അതിനൊരു വാല്യൂ കിട്ടും. അപ്പോൾ സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് e മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു d/8 എന്നാണ് കിട്ടുന്നത്. d എന്ന് വെച്ചാൽ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മളൊരു സർക്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ, സർക്കുലർ കോളം കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിൻ്റെ സെൻറ്ററിൽ നിന്ന് d/8 ഡിസ്റ്റൻസ് മാറിയിട്ട് ലോഡ് അപ്ലൈ ലെഫ്റ്റിലേക്ക് ചെയ്യാം, റൈറ്റിലേക്ക് ചെയ്യാം, മുകളിലേക്ക് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ രീതിയിലൊരു ഇന്നർ സർക്കിൾ കിട്ടും. ഈ ഒരു സർക്കിളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ലോഡ് അപ്ലൈ ചെയ്യാൻ പറ്റും. എവിടെ വേണമെങ്കിലും നമുക്ക് ലോഡ് അപ്ലൈ ചെയ്യാൻ പറ്റും. എവിടെ ലോഡ് അപ്ലൈ ചെയ്താലും നമുക്ക് എന്തായിരിക്കും? ടെൻസൈൽ സ്ട്രെസ് വരാത്ത രീതിയിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ സർക്കുലറിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു d/8 എന്നാണ് വരുന്നത്. ഓക്കെ, ബേസിക്കലി റെക്റ്റാങ്കുലർ സർക്കുലർ സെക്ഷൻ്റെ കോൺസെപ്റ്റ് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. നിങ്ങൾക്ക് പ്രോബ്ലം ചോദിക്കില്ല, കോൺസെപ്റ്റ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ സർക്കിൾ ആണെങ്കിലും റെക്റ്റാങ്കിൾ ആണെങ്കിലും നിങ്ങൾക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെക്ചറിൽ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത ലെക്ചർ മുതൽ സ്ലെൻഡർ കോളം അല്ലെങ്കിൽ ലോങ് കോളം അതിൻ്റെ പോർഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.